Good morning. Let's see the next paragraph. He has put on weight. Yes, a lot. You couldn't believe it. He used to be so thin, his feet looked too big for him. See, when he was going to the prison, he was so thin, but now he has put on his weight. That means അവനിപ്പോൾ നല്ല തടി കൂടിയിട്ടുണ്ട്, നല്ല പോലെ തടിച്ചിട്ടുണ്ട്. ഓക്കെ, മാത്രമല്ല he used to be so thin, his feet looked too big for him. നല്ല അവൻ്റെ കാലുകളൊക്കെ നല്ല നീളം ഉള്ള പോലെ ആയിരുന്നു പോകുന്ന സമയത്ത്, തടിയില്ലാത്തത് കാരണം. I used to feel his bones, but now that night when he lay on me, he was so heavy. I didn't remember it was like that. So when he was before he was going to the prison, he was so thin and I used to feel his bones. അവൻ്റെ എല്ലൊക്കെ കുത്തുമായിരുന്നു മേത്ത്. But that night after his coming, when he lay on me, he was so heavy. I didn't remember it was like that. പക്ഷേ അവൻ തിരിച്ചു വന്നതിന് ശേഷം അവൻ നല്ല വെയിറ്റ് കൂടിയതായിട്ട് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. Then such a long time. It is strange to get stronger in prison. I thought he wouldn't have enough to eat and would come out weak. ജയിലിൽ വളരെ സ്ട്രോങ് ആയി നിൽക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിരുന്നില്ല. ഞാൻ വിചാരിച്ചിരുന്നത് ശരിക്കും ജയിലിൽ പോയി കഴിഞ്ഞാൽ കാര്യമായിട്ട് ഭക്ഷണമൊന്നും കിട്ടൂല എന്നുള്ളതായിരുന്നു. പക്ഷെങ്കിൽ ഇവൻ തിരിച്ചു വന്നപ്പോൾ നന്നായി തടിച്ചിട്ടാണ് തിരിച്ചു വന്നിട്ടുള്ളത്. പിന്നെ എവ്രി വൺ സെറ്റ്, ലുക്ക് അറ്റ് ഹിം, he is a man now. He laughed and banged his fist on his chest, told them how the comrades exercised in their cells. He would run 3 miles a day, stepping up and down on one place on the floor of that small cell where he was kept. അപ്പോൾ അയൽവാസികളൊക്കെ പറയും നല്ല വലിയ മനുഷ്യനായിട്ടുണ്ട്, സ്ട്രോങ് ആയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പം അവന് ചെസ്റ്റിൽ ഇങ്ങനെ മുട്ടിയിട്ട് പറയും, ഞങ്ങൾ ഈ കോംറാഡ്സ്, ഈ സഖാക്കൾ എങ്ങനെയായിരുന്നു അവിടെ സെല്ലിൽ എക്സസൈസ് ചെയ്തിരുന്നത് എന്നുള്ളത് ഹി വിൽ എക്സ്പ്ലെയിൻ ടു ദം. ഒരു ദിവസം തന്നെ 3 മൈൽ ഓടുമായിരുന്നു, ഇവർക്ക് കിട്ടിയ സെല്ലിൻ്റെ ഉള്ളിൽ തന്നെ 3 മൈലോളം ഏകദേശം ഓടുമായിരുന്നു എന്നൊക്കെ അവൻ പറയും. ആഫ്റ്റർ വി വെർ ടുഗെദർ അറ്റ് നൈറ്റ് വി യൂസ് ടു വിസ്പർ എ ലോങ് ടൈം. But now I can feel he is thinking of something I don't know, and I can't worry him with talk. So before he was going to the prison, we were talking a lot when we were lying for sleep at night. But now I don't know. Yes. I feel that he is thinking of something and that I don't know, and I can't worry him with talk. ഞാനിപ്പോൾ അവനോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അവൻ്റെ മനസ്സിൽ ഒരുപാട് ചിന്തകളുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ജയിലിൽ പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ഒരുപാട് സംസാരിക്കുമായിരുന്നു കിടക്കുന്നതിന് മുമ്പ്. പക്ഷെങ്കിൽ ഇപ്പോൾ ഞാൻ അവനോട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല, അവൻ്റെ ചിന്തകളെ ബോധർ ചെയ്യാൻ, വറി ചെയ്യിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ അവനോട് സംസാരിക്കാറില്ല. And I also don't know what to say, and that was another problem. എന്താണ് ഇവനോട് സംസാരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ടു ആസ്ക് ഹിം വാട്ട് ഇറ്റ് വാസ് ലൈക്ക് 5 years shut away there, and I wish to ask him the feelings he had when he was there in the prison. അവിടെ ഉണ്ടായിരുന്ന സമയത്ത് അവൻ്റെ ഫീലിങ്സ് ഒക്കെ എന്തൊക്കെയായിരുന്നു അറിയാൻ ആഗ്രഹമുണ്ട്. 5 years or tell him something about school or about the child. എന്തിനെ കുറിച്ച് സംസാരിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് I was confused because I had a lot of topics, but still I thought that he was thinking something else. I didn't like to disturb him, so I kept mum while we were lying. Then what else has happened here? Nothing. Just waiting. Something in the daytime. I do try to tell him what it was like for me here at home on the farm 5 years.
സോ ചില സമയത്തൊക്കെ ഡേ ടൈമിൽ ഞാൻ അവനോട് ഈ 5 വർഷത്തിനുള്ള ഇടയിൽ ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നൊക്കെ പറയാൻ ശ്രമിക്കുമായിരുന്നു. ഹി ലിസൺസ്, ഹി ഈസ് ഇൻട്രസ്റ്റഡ് ജസ്റ്റ് ലൈക്ക് ഹി ഈസ് ഇൻട്രസ്റ്റഡ് വെൻ പീപ്പിൾ ഫ്രം അതർ ഫാംസ് കം ടു വിസിറ്റ് ആൻഡ് ടോക്ക് ടു ഹിം അബൌട്ട് ലിറ്റിൽ തിങ്സ് ദാറ്റ് ഹാപ്പൻ ടു ദം വൈൽ ഹി വാസ് എവേ all that time on the island. So and during daytime he tried to tell some events that had taken place here in the farm, and he listened to it with an interest, and the people from other farms also came there, and they were narrating their stories, their events, their small incidents that had happened in their life when he was away from the land. So he shown an interest. He had shown an interest to listen to all the stories. Okay, he smiles and nods, asks a couple of questions, and then stand up and stretches. സോ നല്ല താല്പര്യത്തിൽ ഇവർ പറയുന്ന കഥകളും കാര്യങ്ങളും കേൾക്കും. എന്നിട്ട് ചെറിയ 1-2 ചോദ്യങ്ങൾ തിരിച്ച് അങ്ങോട്ട് ചോദിക്കും. അതിൻ്റെ ഇടയിൽ കുറച്ച് കഴിഞ്ഞാൽ ഇവൻ തന്നെ എണീറ്റിട്ട് ഒന്ന് സ്ട്രെച്ച് ചെയ്യും. I see it is to show them it is enough. His mind is going back to something he was busy with before they came. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവനിങ്ങനെ എണീറ്റ് സ്ട്രെച്ചൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം സംസാരിച്ചത് മതി എന്നുള്ള ഒരു മീനിങ് ആണ് അവർക്ക് കൊടുക്കുന്നത്. And we farm people are very slow. We tell things slowly. He used to. ഞങ്ങൾ ഈ ഫാമിലെ ആളുകൾ അങ്ങനെയാണ്, എല്ലാം വളരെ സാവധാനത്തിൽ വളരെ സാവധാനത്തിലാണ് കാര്യങ്ങളൊക്കെ പറയാറുള്ളത്. He hasn't signed on for another job. മറ്റൊരു ജോലിക്കൊന്നും സൈൻ ഇൻ ചെയ്തിട്ടില്ല. But he can't stay at home with us. We thought after 5 years over there in the middle of that green and blue sea so far, he would rest with us a little while. അതായത് ഇവന് വീട്ടിൽ ഞങ്ങൾക്കൊപ്പം നിൽക്കാൻ അത്ര കൂടുതൽ സമയം നിൽക്കാൻ സാധിക്കില്ല. ഈ 5 വർഷത്തെ ഐലൻഡിൽ നിന്നും തിരിച്ചു വന്നതിന് ശേഷം കുറച്ച് നാളെങ്കിലും ഞങ്ങളുടെ കൂടെ കഴിയാൻ അവൻ ആഗ്രഹം ഉണ്ടാകും എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. The combi or some car comes to fetch him and he says don't worry. ഇടയ്ക്ക് ഇതുപോലെ നേരത്തെ അവൻ ജയിലിൽ നിന്ന് വന്ന പോലെ ചില കാറുകളോ അല്ലെങ്കിൽ ചെറിയ മിനി ബസ്സുകളോ വരും. വന്ന് അവനെ കൊണ്ടുപോകുന്ന സമയത്ത് അവൻ പറയും ഡോണ്ട് വറി, ഐ ഡോണ്ട് നോ വാട്ട് ഡേ ഐ വിൽ ബി ബാക്ക്. ഞാൻ എന്നാണ് തിരിച്ചു വരിക എന്നതിനെക്കുറിച്ച് എനിക്ക് വല്ല ധാരണയൊന്നുമില്ല. അറ്റ് ഫസ്റ്റ് ഐ ആസ്ക്ഡ് വാട്ട് വീക്ക് നെക്സ്റ്റ് വീക്ക്. He tried to explain to me in the movement it is not like it was in the union where you do your work every day and after that you are busy with meetings. In the movement you never know where you will have to go and what is going to come up next. സോ തുടക്കത്തിലൊക്കെ ഞാൻ ചോദിക്കുമായിരുന്നു എവിടേക്കാണ് പോകുന്നത് എന്ന്, അടുത്ത ആഴ്ച അല്ലെങ്കിൽ അതിനടുത്ത ആഴ്ച വരാൻ സാധിക്കുമോ എന്നൊക്കെ ഞാൻ ചോദിക്കും. പക്ഷേ ആ സമയത്ത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, മൂവ്മെൻറ്റിൽ യൂണിയനിൽ ജോലി ചെയ്യുന്ന പോലെയല്ല എന്നാണ് അദ്ദേഹം പറയുക. മൂവ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ ഫ്രീ സൗത്ത് ആഫ്രിക്കൻ മൂവ്മെൻ്റ് ആണ്, ടു എൻഡ് അപ്പാർത്തീഡ് ഇൻ സൗത്ത് ആഫ്രിക്ക. അതായത് വെള്ളക്കാരുടെ ആധിപത്യം ഒഴിവാക്കാൻ വേണ്ടി, ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി സൗത്ത് ആഫ്രിക്കയിലെ മൂവ്മെൻ്റ് ആണ് ഇവിടെ മൂവ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. ആ മൂവ്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ശരിക്കും അവൾ എവിടെയാണ് പോകേണ്ടത് അല്ലെങ്കിൽ എന്താണ് എന്നും സംഭവിക്കാൻ പോകുന്നത്, ഇത്തരം കാര്യങ്ങളൊന്നും മുൻകൂട്ടി പറയാൻ സാധിക്കില്ല എന്ന് അവർ എന്നോട് പറയുമായിരുന്നു. ആൻഡ് in the movement it is not like a job with regular pay. I know that. He doesn't have to tell me. It is like it was going to the island. You do it for all our people who suffer because we haven't got money, we haven't got land. Look, he said, speaking of my parents, my home, the home that was been waiting for him with his child. Look at this place where the white man owns the ground and lets you squat in mud and tin huts here only as long as you work for him.
അപ്പോൾ ഈ മൂവ്മെൻറ്റിൽ ജോലി ചെയ്യുന്ന സമയത്ത് പണത്തിൻ്റെ കാര്യം അങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാണ് പണം കിട്ടുക, എപ്പോഴാണ് പണം കിട്ടുക തുടങ്ങിയ കാര്യങ്ങളൊന്നും പറയാൻ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് അദ്ദേഹം മൂവ്മെൻറ്റിൽ പോകുന്നതിൻ്റെ മുമ്പ് അല്ലെങ്കിൽ പോകുന്ന സമയത്ത് പറയുന്നത്, ഇൻ ദ മൂവ്മെൻറ്റ് ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് എ ജോബ് വിത്ത് റെഗുലർ പേ. സ്ഥിരമായി പേ ചെയ്യുന്ന, സ്ഥിരമായി പേയ്മെൻറ്റ് കിട്ടുന്ന ജോലി പോലെയല്ല മൂവ്മെൻറ്റിൽ. ഐ നോ ദാറ്റ്, ഹി ഡസൻ ഹാവ് ടു ടെൽ മീ. അയാൾ പറയാതെ തന്നെ അതെനിക്കറിയാം. ദെൻ ആൻഡ് ഇറ്റ് ഈസ് ലൈക്ക് ഇറ്റ് വാസ് ഗോയിങ് ടു ദ ഐലൻഡ്. ഐലൻഡിൽ പോകുന്ന പോലെയാണ്. യു ഡു ഇറ്റ് ഫോർ ഓൾ ഓർ പീപ്പിൾ ഹൂ സഫർ ബിക്കോസ് വി ഹാവിൻറ്റ് ഗോട്ട് മണി. ശരിക്കും നിങ്ങൾ ഈ ചെയ്യുന്നത് അതായത് പിന്നെ ബാക്കിയുള്ള ആളുകൾക്കൊക്കെ വേണ്ടി ആണ് നിങ്ങൾ ഈ കഷ്ടപ്പെടുന്നത് എന്ന് അവൻ പറയുമായിരുന്നു. ഐ മീൻ ഇവിടെ ഇവൻ ജോലി ചെയ്ത് കഷ്ടപ്പെടുന്നതൊക്കെ ബാക്കിയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ്, ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല. മാത്രമല്ല വി ഹാവിൻറ്റ് ഗോട്ട് ലാൻഡ്, ഞങ്ങൾക്ക് ഭൂമിയില്ല, സ്വന്തമായി ഭൂമിയില്ലാത്ത, പണമില്ലാത്ത വെള്ളക്കാരൻ്റെ കയ്യിലാണ് ഇവിടെയുള്ള ഭൂമിയും പണമെല്ലാം. അപ്പോൾ അത് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇവരെ സഹായിക്കാൻ, രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ കഷ്ടപ്പെടുന്നതെന്നൊക്കെ പറയുമായിരുന്നു. ലുക്ക് ഹീ സെറ്റ്. എന്നിട്ട് ഇവൻ പറയും, നോക്ക്, യുവർ പാരൻറ്റ് സ്പീക്കിംഗ് ഓഫ് മൈ പാരൻറ്റ്സ്, എൻ്റെ പാരൻസിനെ കുറിച്ച് പറയുമ്പോഴും, മൈ ഹോം, എൻ്റെ വീടിനെ കുറിച്ച് പറയുമ്പോഴും, അതുപോലെ തന്നെ ദ ഹോം ദാറ്റ് ഹാസ് ബീൻ വെയ്റ്റിംഗ് ഫോർ ഹിം, അവന് വേണ്ടി കാത്തിരിക്കുന്ന വീടിനെ കുറിച്ച് പറയുമ്പോഴും, വിത്ത് ഹിസ് ചൈൽഡ്, ലുക്ക് അറ്റ് ദിസ് പ്ലേസ് where the white man owns the ground and lets you squat in mud and tin huts here only as long as you work for him. ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ താമസിക്കുന്നത് വെള്ളക്കാരൻ്റെ ഭൂമിയിലുണ്ടാക്കിയ, നിങ്ങളുണ്ടാക്കിയ കുടിലുകളിലാണ്. ആ കുടിലുകളുടെ പ്രത്യേകത എന്താ? നിങ്ങൾ ഇവിടുത്തെ ജോലി മതിയാക്കി പോകുന്നതോടുകൂടി ആ വീടും നിങ്ങൾ ഒഴിഞ്ഞു പോകുന്ന, ഇങ്ങനെ വെള്ളക്കാരൻ്റെ ഔദാര്യത്തിലാണ് നിങ്ങളിവിടെ ജീവിക്കുന്നത്. യുനോ, Baba and your brother planting his crops and looking after his cattle. മാത്രമല്ല എൻ്റെ അച്ഛനും എൻ്റെ സഹോദരനൊക്കെ വെള്ളക്കാരൻ്റെ എന്താ പറയുക, കൃഷി നോക്കി നടത്തുന്നു, അവൻ്റെ കന്നുകാലികളെ നോക്കുന്നു. മാമ ക്ലീനിങ് ഹിസ് ഹൗസ്, വെള്ളക്കാരൻ്റെ വീട് അമ്മ വൃത്തിയാക്കുന്നു. യു ഇൻ സ്കൂൾസ് വിത്തൗട്ട് ഈവൻ ഹാവിങ് ചാൻസ് ടു ട്രെയിൻ പ്രോപ്പർലി ആസ് എ ടീച്ചർ. നീയാണെങ്കിൽ ഒരു ടീച്ചർ ട്രെയിനിങ് കൃത്യമായി കിട്ടാത്ത ഒരു സ്ഥാപനത്തിൽ, സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. ദ ഫാർമർ ഓൺസസ്, ഹീ സെസ്, ദ ഫാർമർ ഓൺസസ്. ആ ഒരു വെള്ളക്കാരൻ, ആ കർഷകൻ, ഐ മീൻ ആ തോട്ടത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഭൂമിയുടെ ഉടമസ്ഥൻ നമ്മളെ സ്വന്തമാക്കിയിരിക്കുകയാണ്. നമ്മുടെ വീട് അവൻ്റെതാണ്, നമ്മുടെ കന്നുകാലികൾ അവൻ്റെതാണ്, നമ്മുടെ ജോലി അവനുള്ളതാണ്. ഇങ്ങനെ മൊത്തത്തിൽ അവൻ നമ്മളെ സ്വന്തമാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റം വേണം. അപ്പോൾ ഞാൻ ഈ കഷ്ടപ്പെടുന്നത് നമ്മുടെ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം അവൻ എന്നോട് പറയും. ഐ ഹാവ് ബീൻ തിങ്കിങ് വി ഹാവിൻ ഗോട്ട് എ ഹോം ബിക്കോസ് ദർ വാസ് ഇൻ ടൈം ടു ബിൽഡ് എ ഹൗസ് ബിഫോർ ഹി കെയിം ഫ്രം ദ ഐലൻഡ്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, എന്താ പറയുക, നമുക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. കാരണം ഇവൻ ജയിലിൽ നിന്ന് പോയി വരുന്ന മുമ്പായിട്ട് നമുക്കൊരു വീടുണ്ടാക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ലായിരുന്നു. ബട്ട് വി ഹാവിൻ ഗോട്ട് എ ഹോം അറ്റ് ഓൾ. ഞങ്ങൾക്കിപ്പോഴും വീടില്ല. നൗ ഐ ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ്. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഈ സ്വന്തമായി നമ്മുടെ വീടില്ലാത്തത്. കാരണം ഇതൊക്കെ ആര് അവകാശപ്പെടുത്തി വെച്ചിട്ടുണ്ട്? വെള്ളക്കാരൻ അവകാശപ്പെടുത്തി വെച്ചിട്ടുണ്ട്. I am not stupid. When the comrades came to this place in the combi to talk to him, here I don't go away with my mother after we have brought them tea or beer. So she was saying, ഞാനൊരു മണ്ടിയൊന്നുമല്ല. ഈ കോംറാഡ്സ് വണ്ടിയുമായിട്ട് ഇവനെ കൊണ്ടുപോകാൻ വരുന്ന സമയത്ത് അമ്മയും ഞാനും ചായയും അതുപോലെ ബിയറൊക്കെ ഇവർക്ക് കൊടുക്കുമായിരുന്നു. അങ്ങനെ കൊടുത്ത് അമ്മ തിരിച്ചു പോകുന്ന സമയത്ത് ഞാൻ പോകാറില്ല. ദ ലൈക്ക് ഹെർ ബിയർ, ദ ടോക്ക് അബൌട്ട് അവർ കൾച്ചർ ആൻഡ് ദർ ഈസ് വൺ ഓഫ് ദം who makes a point of putting his arm around my mother, calling her the mama of all of them, the mama of Africa. അപ്പോൾ അമ്മ ഉണ്ടാക്കുന്ന ബിയറിനെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അമ്മയുടെ തോളിൽ കൈവച്ചുകൊണ്ട് ഞങ്ങളുടെ അമ്മയാണ്, ആഫ്രിക്കയുടെ അമ്മയാണ് എന്നൊക്കെ അമ്മയെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിലൊരാൾ. സംടൈംസ് ദേ പ്ലീസ് ഹെർ വെരി മച്ച് ബൈ ടെല്ലിങ് ഹെർ ഹൗ ദേ യൂസ് ടു സിങ് ഓൺ ഐലൻഡ് ആൻഡ് ഗെറ്റിംഗ് ഹെർ ടു സിങ് ആൻ ഓൾഡ് സോങ് വി ഓൾ നോ ഫ്രം അവർ ഗ്രാൻഡ് മദേഴ്സ്.
ചില സമയത്ത് അവർ ഐലൻഡിൽ എങ്ങനെയായിരുന്നു പാട്ട് പാടിയിരുന്നത് എന്നൊക്കെ പറഞ്ഞ് അമ്മയെ സന്തോഷിപ്പിക്കും. മറ്റൊരു സമയത്ത് അമ്മയെ കൊണ്ട് പഴയ പാട്ട്, ഞങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന പഴയ പാട്ട് പാടിപ്പിക്കും. Then they join in with their strong voices. My father doesn't like this noise traveling across the world. പക്ഷെങ്കിൽ ഇവിടുന്ന് ഈ വീട്ടിൽ നിന്ന് വലിയ ശബ്ദം ഉണ്ടാകുന്ന സമയത്ത് എൻ്റെ അച്ഛനൊരിക്കലും ഇത് ഇഷ്ടമല്ല. ഈ ഒരു വെൽഡിൻ്റെ അപ്പുറത്തേക്ക്, ഈ ഒരു എന്താ പറയുക, പുൽക്കാടിൻ്റെ അപ്പുറത്തേക്ക് ഇങ്ങനെ പുല്ലുകൾ പടർന്നു പിടിച്ചിരിക്കുന്ന ഏരിയയാണ് ഒരു ഏരിയ. അതാണ് വെൽഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വെൽഡിൻ്റെ അപ്പുറത്തേക്ക് ശബ്ദം പൊങ്ങുന്നത് ശരിക്കും സ്വാഭാവികമായിട്ടും അച്ഛനെ സംബന്ധിച്ച് അത് ഇഷ്ടമല്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, he is afraid that if the boy finds out my man is a political from the island and he is holding meeting on the boy's land, he will tell my father to go and take his family with him. അച്ഛനെ സംബന്ധിച്ച് ഇവിടുന്ന് ശബ്ദം ഉണ്ടാകുന്നത് പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ആൾ, അതായത് എൻ്റെ ഭർത്താവും കൂട്ടരും ഐലൻഡിൽ നിന്ന് വന്നവരാണ്. അവർ വളരെ പൊളിറ്റിക്കലായിട്ടുള്ള, അവർ മൂവ്മെൻറ്റ്സും സമരങ്ങളുമായി മുന്നോട്ട് പോകുന്ന ആളുകളാണ്. അവരുടെ മീറ്റിംഗ് ബോയറുടെ, അതായത് ഇവരുടെ ഭൂമി ഇവരുടെ സ്വന്തമല്ല എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ബോയറുടെ ഭൂമിയിൽ മീറ്റിംഗ് കൂടുന്നതിനെ സംബന്ധിച്ച് ഇയാൾ അറിയുമ്പം സ്വാഭാവികമായിട്ടും ഹി വിൽ ടെൽ മൈ ഫാദർ ടു ഗോ, അച്ഛനോട് പോകാൻ വേണ്ടി പറയും, ആൻഡ് ടേക്ക് ഹിസ് ഫാമിലി വിത്ത് ഹിം. ഇങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛന് വല്ലാത്ത പേടിയാണ്. അതുകൊണ്ട് തന്നെ അച്ഛൻ അവിടെ ശബ്ദമുയരുന്നത് എന്താ പറയുക, അച്ഛന് ദേഷ്യമാണ്. ബട്ട് മൈ ബ്രദർ സെസ് ഇഫ് ദ ബോയർ ആസ് എനിത്തിങ് ജസ്റ്റ് ടെൽ ഹിം ഇറ്റ് ഈസ് പ്രയർ മീറ്റിംഗ്. സോ അച്ഛനോട് ബ്രദർ പറയാറുണ്ട്, അങ്ങനെ ബോയർ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അവിടെ പ്രയർ മീറ്റിംഗ് ആണ് എന്ന് പറഞ്ഞാൽ മതി. ദെൻ ദ സിംഗിങ് ഈസ് ഓവർ, മൈ മദർ നോസ് ഷീ മസ്റ്റ് ഗോ എവേ ഇൻ ടു ദ ഹൗസസ്. അങ്ങനെ പാട്ട് പാടലൊക്കെ കഴിഞ്ഞാൽ അമ്മക്ക് തന്നെ അറിയാം അമ്മക്ക് പോകേണ്ട സമയമായിട്ടുണ്ട് എന്ന്. അങ്ങനെ അമ്മ എന്ത് ചെയ്യും, അവിടുന്ന് പോകുമായിരുന്നു. ഐ സ്റ്റേ ആൻഡ് ലിസൺ, ദാറ്റ് ടൈം ഐ വോണ്ട് ഗോ ഫ്രം ദെയർ. അമ്മ ബിയർ കൊടുത്ത് പാട്ടൊക്കെ പാടി ചായയൊക്കെ കഴിഞ്ഞ് തിരിച്ച് അമ്മ പോകുമായിരുന്നു. പക്ഷെ ഞാൻ അവിടെ നിൽക്കും. ഹി ഫോഗറ്റ്സ് ഐ ആം ദെയർ when he is talking and arguing with something I can see is more important than anything we could ever have to say to each other when we are alone. ഞങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ പറയേണ്ട കാര്യങ്ങളെക്കാൾ വളരെ ഗൗരവത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആയിരുന്നു അവനോട് സംസാരിക്കുന്നത് എന്ന് എനിക്കറിയാം. But now and then, when one of the other comrades is speaking, I see him look at me for a moment. അപ്പോൾ ചില സമയങ്ങളിൽ മറ്റു കോംറാഡ്സുകൾ സംസാരിക്കുന്ന സമയത്ത് അവൻ എന്നെ നോക്കുന്നത് ഞാൻ കാണാറുണ്ടായിരുന്നു. The way I will look upon one of my favorite children in school to encourage the child to understand. ഞാൻ സ്കൂളുകളിൽ കുട്ടികൾക്ക് മനസ്സിലാകാൻ വേണ്ടി സംസാരിക്കുന്ന സമയത്ത് എൻ്റെ ഏറ്റവും ഫേവറേറ്റായ കുട്ടികളെ നോക്കുന്ന പോലെ അവൻ എന്നെ നോക്കുന്നുണ്ടായിരുന്നു. The men don't speak to me and I don't speak. So I don't speak to the comrade and they won't speak to me. One of the things they talk about is organizing people on the farms, the workers. So one of their topic was arranging, summoning, gathering the people in the farm, the workers, like my father and brother. അവരുടെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് എൻ്റെ അവിടെയുള്ള ഫാമിലെ ആളുകളെ, ജോലിക്കാരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുക എന്നുള്ളതായിരുന്നു. എൻ്റെ അച്ഛനെ, എൻ്റെ സഹോദരനൊക്കെ പോലെയുള്ള ആളുകളെ. ആൻഡ് ലൈക്ക് ഹിസ് പാരൻസ് യൂസ് ടു ബി, ഐ ലേൺ വാട്ട് ഓൾ ദീസ് തിങ്സ് ആർ. സോ ഗ്രാജുവലി I studied all the things that they were discussing. അവർ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ മനസ്സിലാക്കി. എന്തൊക്കെയായിരുന്നു? മിനിമം വേജ്, ലിമിറ്റേഷൻ ഓഫ് വർക്കിംഗ് അവേഴ്സ്, ദ റൈറ്റ് ടു സ്ട്രൈക്ക്, ആനുവൽ ലീവ്, ആക്സിഡൻറ്റ് കോമ്പൻസേഷൻ, പെൻഷൻ, സിക്ക് ആൻഡ് ഈവൻ മെറ്റേണിറ്റി ലീവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആയിരുന്നു അവരവിടെ സംസാരിച്ചത്. ഇതൊക്കെ അവരുടെ ആളുകൾക്ക് കിട്ടേണ്ട അവകാശങ്ങളാണ്. സോ ദേ വർ ടോക്കിംഗ് അബൌട്ട് ഓൾ ദീസ് തിങ്സ്. ഐ ആം പ്രഗ്നൻറ്റ്. അറ്റ് ലാസ്റ്റ് ഐ ഹാവ് another child inside me. But that is women's business.
അങ്ങനെ അവസാനം ഞാനും പ്രഗ്നൻ്റ് ആണ്, എൻ്റെ ഉള്ളിലൊരു കുട്ടി വളരുന്നുണ്ട്, അത് എൻ്റെ കർത്തവ്യമാണ്, ജോലിയാണ്. When they talk about the big man, the old man, I know who these are. Our leaders are also back from prison. I told him about the child coming, he said, and this one belongs to a new country. He will build the freedom we have fought for. I know he wants to get married, but there is no time for that at present. സോ ഇങ്ങനെ ഒരു പുതിയ കുട്ടി വരുന്ന കാര്യം ഞാൻ അവനോട് സംസാരിക്കുമായിരുന്നു. ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അവൻ പറയും, നമുക്കുണ്ടാകുന്ന പുതിയ കുട്ടി നമ്മുടെ പുതിയ സ്വാതന്ത്ര്യം കിട്ടിയ പുതിയ രാജ്യത്തിൻ്റെതാണെന്നും ഹി വിൽ ബിൽഡ് ദ ഫ്രീഡം വി ഹാവ് ഫോട്ട് ഫോർ, നമ്മൾ പോരാടുന്ന ഈ പോരാട്ടത്തിൽ സ്വാതന്ത്ര്യം അവൻ എന്താ പറയുക, ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ടാക്കും, അവൻ വളർത്തുമെന്നും എന്നൊക്കെ എൻ്റെ ഭർത്താവ് എന്നോട് പറയുമായിരുന്നു. I know he wants to get married, but there is no time for that at present. So he wished to marry me, but there is no time for this. There was hardly time for him to make the child. He comes to me just like he comes here to eat a meal and put on clean clothes. Then he picks up the little girl and swings her around, and there it is done. He is getting into the combi. He is already turning to his comrade, that face of his that knows only what is inside his head, those eyes that move quickly as if he is chasing something you can't see. And the little girl hasn't had time to get used to this man, but I know she will be proud of him one day. അപ്പോൾ ഇവനെ സംബന്ധിച്ച് ഇവന് കൂടുതൽ സമയം കിട്ടുന്നില്ല, കല്യാണം കഴിക്കാനൊന്നും സമയമില്ല. He comes to me just like he comes here to eat a meal or put on clean clothes. ഭക്ഷണം കഴിക്കാൻ വരുന്ന പോലെ, അല്ലെങ്കിൽ പുതിയ ഡ്രസ്സ് ധരിക്കാൻ വരുന്ന പോലെയൊക്കെയാണ് ഇവൻ എൻ്റെ അടുത്തേക്ക് വരിക. എന്നിട്ട് ഹി പിക്സ് അപ്പ് ദ ഗേൾ ആൻഡ് സ്വിങ്സ് ഹെർ റൗണ്ട് ആൻഡ് ദർ, എന്നിട്ട് വന്നിട്ട് കുട്ടിയൊക്കെ എടുത്ത് കുറച്ച് നേരം കളിക്കും. ദെൻ കഴിഞ്ഞു, ഇറ്റ് ഈസ് ഡൺ. ഹി ഈസ് ഗെറ്റിംഗ് ഇൻ ടു ദ കോംബി. അങ്ങനെ അവൻ വീണ്ടും കോംബിയിലേക്ക് കയറും, വണ്ടിയിൽ കയറും. എന്നിട്ട് പിന്നീട് വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അവൻ കോംറാഡ്സിൻ്റെ അടുത്തേക്ക് അവൻ്റെ ആ മുഖം തിരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവൻ അവരുടെ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിരിക്കും. മാത്രമല്ല, ഈ ദ ലിറ്റിൽ ഗേൾ ഹാസ് ഇൻ ഹാഡ് ടൈം ടു ഗെറ്റ് യൂസ് ടു ദിസ് മാൻ. ഈ ചെറിയ പെൺകുട്ടിക്ക് ഇയാളുടെ കൂടെ, അച്ഛൻ്റെ കൂടെ കളിക്കാനോ അല്ലെങ്കിൽ സമയം സ്പെൻഡ് ചെയ്യാനോ സമയമല്ല, ഇയാൾക്ക് സമയമല്ല. ബട്ട് ഐ നോ ഷീ വിൽ ബി പ്രൗഡ് ഓഫ് ഹിം വൺ ഡേ. മകൾ ഒരു ദിവസം അച്ഛനെക്കുറിച്ച് വളരെ അഭിമാനിക്കും എന്നെനിക്കറിയാം. ഹൗ ക്യാൻ യു ടെൽ ദാറ്റ് ടു എ ചൈൽഡ് 6-year-old? But I tell her about the big man and the old man, our leaders, so she will know that her father was with them on the island. This man is a great man too. എങ്ങനെയാണ് ഒരു 6 വയസ്സുകാരിയോട് ഇത്തരം കാര്യങ്ങളൊക്കെ വിവരിച്ചു കൊടുക്കുക? ഒരു ദിവസം അവൾ അറിയും, ഈ ബിഗ് മാൻ, ഓൾഡ് മാൻ എന്ന് പറഞ്ഞാൽ മുമ്പേ അവരുടെ ഐലൻഡിൽ ജയിലുകളിൽ ജീവിക്കുന്ന ആളുകളാണ്. അവരെക്കുറിച്ചും ഈ ബിഗ് മാൻ അവളുടെ അച്ഛനാണ്, ഇവളുടെ ഭർത്താവ്. അങ്ങനെ അച്ഛനെക്കുറിച്ചൊക്കെ ഒരു ദിവസം അവൾ അറിയുന്ന സമയത്ത് അവൾ മനസ്സിലാക്കും, ദിസ് മാൻ ഈസ് എ ഗ്രേറ്റ് മാൻ ടു. അവളുടെ അച്ഛനും ഒരു വലിയ മനുഷ്യനായിരുന്നു എന്ന് അവൾ തിരിച്ചറിയും. On Saturday, no school, and I planned and weed with my mother. She sings, but I don't, I think. ശനിയാഴ്ചകളിൽ സ്കൂൾ അവധിയായിരിക്കും. സോ I used to go with my mother to plant and weed. കള പറിക്കാനും അതുപോലെ ചെടികൾ നടാനൊക്കെ, തൈകൾ നടാനൊക്കെ ഞാൻ അമ്മയുടെ കൂടെ പോകുമായിരുന്നു. She sings. ബട്ട് ഐ ഡോണ്ട്. അമ്മ പാട്ടൊക്കെ പാടുമായിരുന്നു, പക്ഷെ ഞാൻ പാടൂല. ഐ തിങ്ക്, ആ സമയത്ത് ഞാൻ ചിന്തിക്കുമായിരുന്നു. ഓൺ സൺഡേ ദർ ഈസ് നോ വർക്ക്, ഓൺലി പ്രെയർ മീറ്റിംഗ് ഔട്ട് ഓഫ് ദ ഫാമേഴ്സ് വേ അണ്ടർ ദ ട്രീസ്. ഞായറാഴ്ചകളിൽ പ്രത്യേകിച്ച് വർക്കൊന്നും ഉണ്ടാവാറില്ല, പ്രെയർ മീറ്റിംഗ്സ് ആയിരിക്കും. പിന്നെ ഇവിടെ മരങ്ങൾക്ക് താഴെ, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ. ആൻഡ് ബിയർ ഡ്രിങ്ക്സ് അറ്റ് ദ മഡ് ആൻഡ് ടിൻ
hunts where the farmers allow us to squat on their land. അത് അതുപോലെ തന്നെ ബിയർ കുടിക്കുക, അവിടെ ഇരുന്ന് കളിക്കുക, ഇങ്ങനെയൊക്കെയാണ് ഞായറാഴ്ചകളിൽ ഞങ്ങൾ ചിലവഴിക്കുക. കാരണം ഫാർമേഴ്സ്, അതായത് ബോയേഴ്സ്, ഈ ലാൻഡ് ഓണേഴ്സ് അവിടെ കളിക്കാനും പ്രയർ നടത്താനൊക്കെ അനുവാദം ഉണ്ടായിരുന്നു. മാത്രമല്ല, ഐ ഗോ ഓഫ് ഓൺ മൈ ഓൺ ആസ് എ യൂസ് ടു ഡു വെൻ ഐ വാസ് എ ചൈൽഡ്. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ ചെയ്ത പോലെ ഞാൻ ഒറ്റയ്ക്കിരിക്കാനാണ് എനിക്ക് ആഗ്രഹം. മേക്കിംഗ് അപ്പ് ഗെയിംസ് ആൻഡ് ടോക്കിംഗ് ടു മൈസെൽഫ്. ഞാനുമായി ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുക. വേർ നോ വൺ വുഡ് ഹിയർ മീ ഓർ ലുക്ക് ഫോർ മീ. ആരും എന്നെ നോക്കാൻ വരാറില്ല, ആരും കേൾക്കാറില്ല. ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കും. ഐ സിറ്റ് ഓൺ എ വാം സ്റ്റോൺ ഇൻ ദ ലേറ്റ് ആഫ്റ്റർനൂൺ. അങ്ങനെ ആ ഒരു ആഫ്റ്റർനൂണിൽ ഞാനിങ്ങനെ ഒരു ചൂടുള്ള ഒരു വാം സ്റ്റോണിൽ ഇങ്ങനെ ഇരിക്കും. ഹൈ അപ്പ് ആൻഡ് ദ ഹോൾ വാലി ഈസ് എ പാത്ത് ബിറ്റ്വീൻ ദ ഹിൽസ്. അപ്പോൾ ഇങ്ങനെ ഉയരത്തിൽ കയറിയിരുന്ന് കല്ലിൽ കയറിയിരിക്കും. ഈ ഒരു വാലി മൊത്തം രണ്ട് ഹിൽസുകൾക്കിടയിലുള്ളൊരു വഴി പോലെയാണ് കാണുന്നത്. ലീഡിങ് എവേ ഫ്രം മൈ ഫീറ്റ്. ഇറ്റ് ഈസ് ദ ബോയേഴ്സ് ഫാം, ബട്ട് ദാറ്റ് ഈസ് നോട്ട് ട്രൂ. ഇറ്റ് ബിലോങ്സ് ടു നോബഡി. സാധാരണ ഇത് ബോയറുടെ, വെള്ളക്കാരൻ്റെ ഭൂമിയാണ് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇത് ആരുടെയും ഭൂമിയല്ല, അത് തെറ്റാണ്. ദ കാറ്റിൽ ഡോണ്ട് നോ ദാറ്റ് എനിവൺ സെസ് ഹി ഓൺസ് ഇറ്റ്. The sheep, they are grey stones, and then they became a thick grey snake moving, don't know. അപ്പോൾ ഇവിടെ സഞ്ചരിക്കുന്ന, ഇവിടെ മേയുന്ന കന്നുകാലികൾക്കോ ആടുകൾക്കോ ആർക്കും അറിയൂല ഇവിടെയുള്ള ഈ ഭൂമി ആരുടേതാണ് എന്നുള്ളത്. അവർ ഹട്ട്സ് ആൻഡ് ദ ഓൾഡ് മൾബറി ട്രീ ആൻഡ് ദ ലിറ്റിൽ ബ്രൗൺ mat of earth that my mother dug over yesterday, way down there and way over there, the clumps of trees around the chimneys and the shiny things that is the TV mast of the farmhouse, they are nothing on the back of this earth. It could twitch them away like a dog does a fly. അപ്പോൾ ഈ പറയുന്ന ഭൂമി അല്ലെങ്കിൽ ഇവിടെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ ആരുടേതാണ് എന്ന് ആർക്കും അറിയില്ല. ഇത് ശരിക്കും ബോയറുടേതല്ല, ഈ വെള്ളക്കാരൻ്റേതല്ല. ഐ ആം വിത്ത് ദ ക്ലൗഡ്സ്. ദ സൺ ബിഹൈൻഡ് മീ ഈസ് ചേഞ്ചിങ് ദ കളേഴ്സ് ഓഫ് ദ സ്കൈ ആൻഡ് ദ ക്ലൗഡ്സ് ആർ ചേഞ്ചിങ് ദംസെൽസ് സ്ലോലി. ഞാനിപ്പം മേഘങ്ങൾക്കിടയിലാണ് എന്ന് പറഞ്ഞാൽ ആകാശത്ത് എൻ്റെ പിറകിലുള്ള സൂര്യൻ ആകാശത്തിൻ്റെ കളറിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ മേഘങ്ങൾ സ്വയം മാറുന്നുണ്ട് സാവധാനത്തിൽ. സം ആർ പിങ്ക്, സം ആർ വൈറ്റ്, സ്വെല്ലിങ് ലൈക്ക് ബബിൾസ് പോലെ വീർത്തിരിക്കുന്നത്, പല പല കളറുള്ളത്. അണ്ടർനീത്ത് എ ബാർ ഓഫ് ഗ്രേ, നോട്ട് ഇനഫ് ടു മേക്ക് റെയിൻ. താഴെ ഒരു ഗ്രേ കളറിൽ ഒരു ബാറ് കാണാം. അത് മഴ ഉണ്ടാക്കാൻ മാത്രം വലുതല്ല. ആൻഡ് ഇറ്റ് ഗെറ്റ്സ് ലോങ്ങർ ആൻഡ് ഡാർക്കർ. It grows a thin snout and long body, and then end of it is a tail. There is a huge grey rat moving across the sky, eating the sky. ആ മേഘത്തിൻ്റെ ബാർ ഇങ്ങനെ വളരുന്നു, വലുതാവുന്നുണ്ട്, അതിൻ്റെ കളറ് മാറുന്നുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ സൈസിൽ വ്യത്യാസം വരുന്നുണ്ട്. അതുപോലെ അതൊരു വലിയ എലിയെ പോലെ, ദർ ഇസ് എ ഹ്യൂജ് ഗ്രേ റാറ്റ് മൂവിങ് അക്രോസ് ദ സ്കൈ, ഈറ്റിംഗ് ദ സ്കൈ. ആകാശത്തെ തിന്നുകൊണ്ട് വിഴുങ്ങിക്കൊണ്ടൊരു വലിയൊരു എലി പോകുന്ന പോലെ മേഘം പോയിക്കൊണ്ടിരിക്കുന്നു. ദെൻ ദ ചൈൽഡ് റിമെമ്പേർഡ് ദ ഫോട്ടോ. ഷീ സെഡ്, ദാറ്റ് ഈസ് നോട്ട് ഹിം. I am sitting here with, I came often when he was on the island. I came to get away from the others to wait by myself. I am watching the rat. It is losing itself, its shape, eating the sky, and I am waiting for him to come back. I am waiting to come back home. ഞാൻ അവൻ്റെ, അതായത് ഹസ്ബൻഡിൻ്റെ ഫോട്ടോ നോക്കിയിട്ട് എൻ്റെ മകൾ പറയുമായിരുന്നു, ദാറ്റ് ഈസ് നോട്ട് ഹിം, അത് അവനല്ല. ഐ എം സിറ്റിംഗ് ഹിയർ വിത്ത് വെയർ ഐ കെയിം ഓഫൺ വെൻ ഹി വാസ് ഓൺ ദ ഐലൻഡ്. അവൻ ഐലൻഡിലായിരുന്ന സമയത്ത് ഞാൻ ഇരിക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ ഇവന് വേണ്ടി കാത്തിരിക്കുന്നത്.
ഐ കെയിം ടു ഗെറ്റ് അവേ ഫ്രം അതേഴ്സ് ടു വെയിറ്റ് ബൈ മൈസെൽഫ്. ബാക്കിയുള്ളവരിൽ നിന്നൊക്കെ മാറി അവന് വേണ്ടി കാത്തിരിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഐ എം വാച്ചിങ് ദ റാറ്റ്. ആകാശത്ത് മേഘങ്ങൾ കൊണ്ടുണ്ടാക്കിയ ആ റാറ്റ് ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇറ്റ് ഈസ് ലൂസിങ് ഇറ്റ് സെൽഫ് ഇറ്റ് ഷേപ്പ് ഈറ്റിംഗ് ദ സ്കൈ. അത് ആകാശത്തെ തിന്നുന്നുണ്ട്, അതിൻ്റെ ഷേപ്പ് വ്യത്യാസപ്പെടുന്നുണ്ട്, ഷേപ്പ് മാറുന്നുണ്ട്. ഐ എം വെയിറ്റിംഗ്. ഞാൻ കാത്തിരിക്കുകയാണ്. വെയിറ്റിംഗ് ഫോർ ഹിം ടു കം ബാക്ക്. തിരിച്ചു വരാൻ വേണ്ടി, അവൻ തിരിച്ചു വരാൻ വേണ്ടി കാത്തിരിക്കുന്നു. വെയിറ്റിംഗ്, ഐ ആം വെയിറ്റിംഗ് ടു കം ബാക്ക്. ഞാൻ അവന് വേണ്ടി കാത്തിരിക്കുന്നു. ദിസ് ഈസ് എ സ്റ്റോറി. താങ്ക് യു.